നമസ്കാരം. തെരഞ്ഞെടുപ്പായപ്പോ സതീശൻ വീണ്ടും പുനർജനി പൊടി തട്ടി എടുത്തിട്ടുണ്ട്. പാവപ്പെട്ട മനുഷ്യരെ കല്ലിട്ട് പറ്റിക്കലെന്ന് പറയുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. ഇന്നിപ്പോ എല്ലാ മാധ്യമങ്ങളും സതീശന് കൊടുക്കുന്ന ഒരു വാർത്താ പ്രാധാന്യം നോക്കണേ. സതീശൻ കല്ലിടാൻ വേണ്ടി പോവുകയാണ്. സാധാരണഗതിയിൽ ഒരു MLA പ്രതിപക്ഷ നേതാവോ ഒക്കെ ചെയ്യുന്ന ഈ പറയുന്ന കല്ലിടൽ പ്രവർത്തനം എന്തിനേറെ പറയും. നിങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ, പാലക്കാട് ഞരമ്പൻ MLA സിനിമാ നടിമാരെ വരെ കൊണ്ടുവന്ന് എത്ര കല്ലിട്ടിരിക്കുന്നു. സ്മൈൽ എന്നായിരുന്നു പദ്ധതി. ഏതെങ്കിലും ഒരു വീട് അത് പ്രാവർത്തികമാകാൻ പോവുകയാണോ? ഇല്ല. നാട്ടുകാരെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാം. അങ്ങനെ സതീശന്റെ കല്ലിടൽ ഇന്നവിടെ നടക്കുമ്പോൾ വാർത്താ പ്രാധാന്യത്തോടെ ഒരു പാവപ്പെട്ട സ്ത്രീ, സാധാരണഗതിയിൽ നമ്മൾ ആർക്കെങ്കിലും സഹായം ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് വേണ്ട, കല്ലിടലിന് ഈ വീഡിയോ പരിപാടിയുടെ ഒന്നും ആവശ്യമില്ല. കാര്യം എന്താണ്, നിങ്ങൾ വീട് വെച്ച് കൊടുക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പബ്ലിസിറ്റിക്കപ്പുറം ഒരുപക്ഷെ പബ്ലിസിറ്റി വേണമെങ്കിൽ വീട് പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ താക്കോൽ ദാനത്തിന് നിങ്ങൾ ഇതുപോലെ പോയാൽ നമുക്ക് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് സാധാരണക്കാരായിട്ടുള്ള നാളെ നടക്കോ ഇല്ലയോ ഒന്നും അറിയാതെ ഒരു പാവപ്പെട്ടവരെ കൊണ്ടുവന്ന് വീഡിയോയ്ക്ക് മുന്നിൽ നിർത്തി അവരുടെ ദയനീയ അവസ്ഥ പുറത്ത് കാണിച്ചുകൊണ്ട് സ്വയം നന്മപരമാകാനുള്ള ശ്രമമാണ് സതീശൻ കാണിച്ചത്. ആ കല്ലിടൽ ദൃശ്യം നടത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ചെയ്യുന്നത് ആത്മാർത്ഥതയുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് മറ്റൊരു കല്ലിടൽ കൂടി നിങ്ങളെ കാണിക്കും. അപ്പോ ഇന്നത്തെ ഫ്രഷ് കല്ലിടൽ ഒന്ന് കണ്ടേ. മെമ്പർ ഇത്തിരി സൈഡ് എടുക്കും. മെമ്പർ സൈഡ് എല്ലാവരും ഒന്നിങ്ങോട്ട് നോക്കിയേ. എടുക്കാൻ ഇനി വേണമെങ്കിൽ നിങ്ങൾ കയറിക്കോ. മണിയുടെ ആളിറങ്ങിയാൽ മോനെ ചേട്ടാ നീല മോനെ അപ്പുറത്ത് നോട്ടാ. ആ സൈഡിൽ ഇത് കഴിഞ്ഞിട്ട് കുത്തി വെക്കുന്നത് വേണ്ട. അതിൻ്റെ ആൾ കല്ലിട്ടു സതീശൻ ക്യാമറകൾക്ക് മുന്നിൽ ഡയലോഗ് അടിച്ചു, ദേ പൊടിയും തട്ടിപ്പോയി. ഇതുപോലെ സതീശൻ കല്ലിട്ടതെല്ലാം യാഥാർത്ഥ്യമായിട്ടുണ്ടോ? ഇതേ പറവൂരിൽ പുത്തൻവേലിക്കരയിൽ ഫ്ളാറ്റ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച് സതീശനിട്ട കല്ല് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇന്ന് ഒരൊറ്റ മാധ്യമങ്ങൾ ആ പുത്തൻവേലിക്കരയിൽ ഇട്ട കല്ലെന്തായി എന്ന ചോദ്യം ഉന്നയിച്ചിട്ടില്ല. ആ പുത്തൻവേലിക്കരയിലെ കല്ലിടലും ആ കല്ലിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കിയേ. ഏകദേശം 10 വർഷത്തോടടുക്കുന്നു പുത്തൻവേലിക്കരയിലെ 15 കുടുംബങ്ങൾക്കുള്ള വീടിന്റെ കല്ലിടൽ. നോക്കിയേ. VD സതീശന്റെ പറവൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പുത്തൻവേലിക്കര എളന്തിക്കര എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ സ്ഥലത്ത് പാടത്തിനോട് വലിയൊരു പാടശേഖരത്തോട് ചേർന്നുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു തറക്കല്ല് തിരയുകയായിരുന്നു. VD സതീശൻ പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പുനർജനി പദ്ധതി പ്രകാരം ഏകദേശം 6 വർഷം മുൻപിട്ട ഒരു തറക്കല്ലാണ് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീടും സ്ഥലവും ഇല്ലാത്ത 12 പേർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 6 വർഷം മുൻപ് ഇട്ട തറക്കല്ലാണ്. ഒടുവിൽ നമ്മൾ ആ തറക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ
ഇപ്പോഴും ആ തറക്കല്ലിന്റെ അവസ്ഥ. ശാരദാ വിദ്യാ മന്ദിർ സ്പോൺസർ ചെയ്ത സ്ഥലത്ത് ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന സംഘടന 12 പേർക്കുള്ള ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചു നൽകും എന്നതായിരുന്നു അറിയിച്ചിരുന്നത്. വി.ഡി. സതീശൻ തന്നെയാണ് 6 വർഷം മുൻപ് ഇതിന്റെ തറക്കല്ലിടൽ നടത്തിയത്. നിലവിൽ 6 വർഷത്തിന് ശേഷവും ഈ തറക്കല്ലിന്റെ അവസ്ഥ ഇതാണ്. ഇവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും അത് നടപ്പിലായിട്ടില്ല. അതിന്റെ ഗുണഭോക്താക്കൾ ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും കണ്ടല്ലോ. അപ്പോ ഇന്നത്തെ കല്ലിടൽ നടത്തുമ്പോൾ എന്തായി ഈ കല്ലിന്റെ കാര്യമെന്നല്ലേ മാധ്യമങ്ങൾ പൊതുവെ ചോദിക്കേണ്ടത്? എന്തുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നില്ല? അപ്പൊ അവിടെ എന്തെങ്കിലും ഡീൽ ഉണ്ടാകണ്ടേ? ഒരു തവണ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച കപടൻ, ആ കപടൻ വീണ്ടും ഒരു കല്ലുമായിട്ട് വരുമ്പോൾ നിങ്ങൾ കല്ലിട്ട് വീട് വെച്ചിട്ട് വിളിക്ക് എന്നല്ലേ അന്തസ്സുള്ള മാധ്യമങ്ങൾ പറയേണ്ടത്? അപ്പോ തുട്ടങ്ങോട്ട് കൊടുത്താൽ, മാനേജ്മെന്റിന് കൊടുത്താൽ നമ്മളെ ആള് തേടി വരും. ഇതിനേക്കാൾ ഏറെ പറയേണ്ട ഒരു കാര്യം, വയനാട് ഫണ്ട് പിരിച്ചു, ഇതുവരെ കല്ലിട്ടോ? ഉത്തരവാദി ആരാണ്? പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ കൂടിയാണ്. ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു ആനകളുടെ വിനോദസഞ്ചാര കേന്ദ്രം കെട്ടാൻ പറ്റുന്ന ഒരിടം വേണമെങ്കിൽ, കാര്യം എപ്പോഴും വേണോ അവിടെ ആനകളുടെ നിത്യസഞ്ചാര മേഖലയാണ്. ആ പ്രദേശത്ത് ആനകളുടെ ഒരു സുരക്ഷിത താവളമാക്കാൻ പറ്റുന്ന ഇടത്ത് പോയി സ്ഥലം മേടിച്ചിട്ട് ഇനി ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം അത് തുടങ്ങുമല്ലോ, കല്ലിടുമല്ലോ. ഇപ്പൊ നമ്മൾ എന്താണ്, അവിടെ കാട് വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഇനി 3 മാസം കാട് വെട്ടി തെളിക്കലിന് വേണ്ടി അങ്ങ് പോകും. ഏറ്റവും ഒടുവിൽ ഒരു കല്ലിടൽ നാടകം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായിട്ട് നടക്കും. പണി തുടങ്ങാനേ പോകുന്നില്ല. അപ്പോ തട്ടിപ്പിന്റെ ഓരോരോ വേർഷൻ നോക്കണേ. അപ്പോ പുത്തൻവേലിക്കരയിലെ ആ കല്ലിനെ സംബന്ധിച്ച് ഇന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നോക്കിയേ. അവിടെയെല്ലാം പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സതീശൻ ഒരു കല്ലിട്ടതിന് ശേഷം ഇന്നലെ വന്ന ആക്ഷേപങ്ങൾക്ക് ഈ കല്ല് വെച്ചിട്ട് മറുപടി പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. എന്തൊരു ഉളുപ്പില്ലായ്മ നോക്കിയേ. നമ്മുടെ നാട്ടിൽ ചില കപട രാഷ്ട്രീയക്കാരെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അവർ ഒരു സംഭവമായി അവതരിപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇന്നിപ്പോ കണ്ട ഫ്രഷ് കല്ലിടൽ എന്ന് പറയേണ്ടി വരികയാണ്. പുത്തൻവേലിക്കരയിൽ സതീശൻ ഇതുപോലെ നിന്ന് കുഴിച്ചിട്ട കല്ല് ഇപ്പോഴും അതേപടി തുടരുകയാണ്. പറവൂരിലെ ദുരിതബാധിത മനുഷ്യരുടെ ഒരു രക്തസാക്ഷി പരിവേഷത്തിൽ ആ കല്ല് അവിടെ നിൽക്കുമ്പോൾ അതുമാതിരി എത്ര മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് സതീശൻ എങ്ങനെ കല്ലിട്ടാലല്ലേ പിരിവെടുക്കാൻ പറ്റുള്ളൂ, പിരിവെടുത്താലല്ലേ ഒപ്പിച്ച് പോക്കറ്റ് കയറ്റാൻ പറ്റുള്ളൂ. ഇങ്ങനെ പിരിവെടുക്കാൻ വേണ്ടി പുതിയ കല്ലിടൽ ചടങ്ങ് നടത്തുമ്പോഴും ഇന്നലകളിൽ നിങ്ങൾ ഇത് ചെയ്യാത്തത് എന്ത് എന്ന് ചോദ്യം പോലും ചോദിക്കാതെ സതീശനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കേരളത്തിലെ മാധ്യമങ്ങളും PR പണി എടുക്കുന്നത് എങ്ങനെയെന്നും ഈ ഒരൊറ്റ സംഭവവികാസത്തിലൂടെ നിങ്ങൾക്ക് തന്നെ കണ്ട് ബോധ്യപ്പെടുന്നില്ലേ? പക്ഷെ അത് നമ്മുടെ മാപ്രകൾക്ക് മാത്രം ബോധ്യപ്പെടാത്ത ഒരു കാര്യമാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എത്ര മാത്രം വൈരുദ്ധ്യമാണ് ആ നീക്കുപോക്കെന്ന് നാട് തിരിച്ചറിയണം.